എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരിക്കൽ കൂടി ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജും വയനാട് വിഷൻ ചാനലും ചേർന്ന് അവതരിപ്പിക്കുന്ന ആരോഗ്യ ദർശനം പരിപാടിയിലേക്ക് നമ്മൾ പലവിധ വിഷയങ്ങളാണ് ഓരോ എപ്പിസോഡിലും ചർച്ചയ്ക്ക് എടുക്കാറുള്ളത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ആനുകാലികമായി വളരെ പ്രസക്തമായൊരു വിഷയമാണ്. നമ്മുടെ ടൗണുകളിലൂടെ, നമ്മുടെ നഗരങ്ങളിലൂടെ, നമ്മുടെ ഗ്രാമങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന നിരവധി വാഹനങ്ങളിൽ നിന്നും പിടികൂടുന്ന ഏറ്റവും വലിയൊരു ഡ്രഗാണ്, അല്ലെങ്കിൽ ഒരു ലഹരി വസ്തുവാണ് MDMA എന്ന് പറയുന്നത്. സാധാരണക്കാർക്ക് വരെ സുപരിചിതമായ രീതിയിൽ പലയിടങ്ങളിൽ നിന്നും നമ്മുടെ അധികാരികൾ അതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പേരെ അറസ്റ്റ് ചെയ്യുന്നതും അതുപോലെ പിടികൂടുന്നതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പം അതിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ പല സ്ത്രീകളും അതിൻ്റെ കാരിയേഴ്സായിട്ട് മാറുന്നു. അങ്ങനെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന MDMA എന്ന ലഹരി വസ്തുവിനെ കുറിച്ചാണ് അതിനെക്കുറിച്ച് അറിയാനുള്ള ഒരു എപ്പിസോഡ് കൂടിയാണ് ഈ ഇന്നത്തെ ആരോഗ്യ ദർശനം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോടൊപ്പം ഉള്ളത് കഴിഞ്ഞ പല സമയങ്ങളിലും നമുക്ക് വളരെ വലിയ വിവരങ്ങൾ, വലിയ അറിവുകൾ ഈ ഒരു രംഗത്ത് നൽകിയിട്ടുള്ള ഡോക്ടർ ഇർത്തിക്. അദ്ദേഹം ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സൈക്യാട്രി. നമുക്ക് സ്വാഗതം ചെയ്യാം ആരോഗ്യ ദർശനത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് ഡോക്ടറെ. വളരെ സ്നേഹപൂർവ്വം നമസ്കാരം. ഞാനത് പെട്ടെന്ന് MDMA എന്ന് പറയുന്നത് ഏതൊരു ആളുകൾക്കും, എത്ര പ്രായമുള്ളവർക്കും പ്രായം കുറഞ്ഞ ആളുകൾക്കൊക്കെ സുപരിചിതമായൊരു പേരായിട്ട് അത് മാറിക്കഴിഞ്ഞു നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഈ കൊച്ചു വയനാട്ടിൽ പോലും. കാരണം വയനാട് 2 സംസ്ഥാനങ്ങളുടെ അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതിലൂടെ കടന്നു പോകുന്ന പല വാഹനങ്ങളിൽ നിന്നും ചെറുപ്പക്കാരെയും പ്രായമുള്ളവരെയും സ്ത്രീകളെയും എല്ലാം, യുവതികളെ അടക്കം ഈ ഒരു MDMAയുമായി പിടികൂടുന്നൊരു കാഴ്ചകളും റിപ്പോർട്ടുകളും നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ MDMA എന്ന ഒരു പേര് മാത്രമാണ് പലർക്കും അറിയാം. എന്താണ് ശരിക്കും MDMA? MDMA ശരിക്കും ഒരു രാസനാമത്തിൻ്റെ ഒരു അക്രോണിമാണ്. MDMA എന്ന് പറഞ്ഞാൽ 3,4 മെത്തിലീൻ ഡയോക്സി മെത്താംഫിറ്റമീൻ എന്നാണ് ആ MDMAയുടെ ഒരു ഫുൾ പേര്. പക്ഷേ ഇപ്പം ഞങ്ങൾ ഇപ്പോൾ ഏകദേശം ഈ പേഷ്യൻസിനെ കാണുമ്പം MDMA ഒരു ലഹരി വസ്തുവാണ്. നമ്മുടെ ലോകത്തും എല്ലാം എമ്പാടും അറിയപ്പെടുന്ന ഒരു ലഹരി വസ്തു തന്നെയാണ് MDMA. ശരിക്കും പറഞ്ഞാൽ അതൊരു സ്റ്റിമുലൻ്റ് എഫക്റ്റുകളും സൈക്കഡലിക് എഫക്റ്റുകളും. സ്റ്റിമുലൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്ന തരത്തിലുള്ള ഡ്രഗ്സിനെയാണ് സ്റ്റിമുലൻ്റ് എന്ന് പറയുന്നത്. ഇതൊരു വോൾട്ടേജ് കൂട്ടുന്ന പോലെ. പിന്നെ സൈക്കഡലിക് ഇതുണ്ട്, ഒരു വിഭ്രാന്തി കണക്കെയുള്ള എക്സ്പീരിയൻസസ് ഒക്കെ സൃഷ്ടിക്കുന്ന ഡ്രഗ്സ്. ഇത് രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ ഉള്ള ടൈപ്പ് ഒരു ഡ്രഗാണ് ഈ MDMA എന്ന് പറയുന്നത്. ഈ സാർ പറഞ്ഞപ്പോൾ തന്നെ മെത്തഫിറ്റമിനുമായിട്ട് പിടിയിലായി എന്നും പറയുന്നേക്കാം. തീർച്ചയായിട്ടും അതാണ് അതിലൂടെ ഞാൻ വന്നത്. അപ്പം ഈ MDMAയുടെ എഫക്റ്റുകളും മെത്താംഫിറ്റമീൻ എന്ന വസ്തുവിൻ്റെ എഫക്റ്റുകളും രണ്ടാണ്. അപ്പം നമ്മുടെ എക്സ്പീരിയൻസിൽ, എൻ്റെയും നമ്മുടെ കൂടെ കേരളത്തിലും ഇവിടെയും വർക്ക് ചെയ്യുന്ന സൈക്യാട്രിസ്റ്റുകളുടെ എക്സ്പീരിയൻസിൽ ഈ പേഷ്യൻസ് പറയുന്നത് കേൾക്കുമ്പം ശരിക്കും നമുക്ക് മനസ്സിലാവുന്നത് ഈ MDMAയേക്കാളും കൂടുതൽ അവർക്ക് കിട്ടുന്നത് ഈ മെത്താംഫിറ്റമീൻ എന്ന വസ്തുവായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. ഒരു രീതി പറഞ്ഞാൽ MDMA ശരിക്കുമുള്ള പ്യുവർ MDMAയേക്കാളിലും പല രീതിയിലും കുറച്ചുകൂടെ അപകടകരമാണ് മെത്താംഫിറ്റമീൻ എന്ന് നമുക്ക് പറയാം. അപ്പോൾ അത് കിട്ടുന്നത് ശരിക്കും ഈ മെത്താഫിറ്റമിനാണ് കിട്ടുന്നത്, MDMA എന്നാണ് പേര്, അങ്ങനെയാണോ? ഏകദേശം. അതായത് നമുക്ക് ഈ ഡ്രഗ്സിൻ്റെ കാര്യത്തിൽ സ്ട്രീറ്റ് നെയിംസ് എന്ന് പറയും. പല ഡ്രഗും സ്ട്രീറ്റിൽ, ഇതൊന്നും നമുക്കൊരു കമ്പനി ഉണ്ടാക്കി വിൽക്കുന്നതല്ല, അല്ലേ, ഒരു ഇല്ലീഗലായിട്ട് ആൾക്കാർ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ മെത്താംഫിറ്റമീൻ്റെ സ്ട്രീറ്റ് നെയിമായി മാറിയിരിക്കുകയാണ് MDMA. ഈ മെത്താഫിറ്റമിൻ ശരിക്കും മെഡിക്കലി യൂസ് ചെയ്യുന്നൊരു വസ്തുവാണല്ലോ, അല്ലേ? അത് ആംഫിറ്റമീൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ADHD പോലുള്ള രോഗങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയിലില്ല. മെത്താംഫിറ്റമീനായിട്ട് ഇന്ത്യയിലില്ല. അതിന് പല വേർഷൻസ് വെളിയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ഈവൻ ADHDയുടെ ചികിത്സയിൽ പോലും അത് അംഗീകരിച്ചിട്ടില്ല. അങ്ങനെയാണ് ഇത് ലഹരിയിലേക്ക് കടന്നു വരുന്നത്. തീർച്ചയായിട്ടും. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഉപയോഗം? സാറ് ഇതുവരെ കണ്ട പേഷ്യൻസോ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളിലുള്ള എക്സ്പീരിയൻസ്? ഇത് MDMA ഞാൻ ജസ്റ്റ് ഇതൊരാൾക്ക് കണ്ടാൽ മനസ്സിലാവണം. നമുക്കൊരു അമ്മയാണെങ്കിൽ, ഒരു അച്ഛനാണെങ്കിൽ, കുട്ടികളുടെ കയ്യിൽ ഇങ്ങനെ ഒരു സാധനം കണ്ടാൽ മനസ്സിലാവണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വിശദീകരിച്ച് പറയാം. ശരിക്കും ഇവർക്ക് പല MDMA കിട്ടുന്നത് ഈ ചെറിയ സിപ്ലോ കവേഴ്സ് ഉണ്ട്, പ്ലാസ്റ്റിക് കവറുകൾ പോലെ അടവുള്ള കവറുകളിൽ നമ്മൾ ഒരു കൽക്കണ്ടമോ പഞ്ചസാരയോ കുറച്ച് ക്രഷ് ചെയ്തിട്ട് ഒരു ചെറിയ കവറിനകത്തിട്ടാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ ഒരു ക്രിസ്റ്റലായിട്ട് വെളുത്തായിട്ടാണ് ഈ സാധനം നമുക്ക് ഇവരുടെ കയ്യിൽ കിട്ടുന്നത്. അതും വളരെ ചെറിയ ക്വാണ്ടിറ്റീസാണ്, ലൈക്ക് 1 ഗ്രാമോ 2 ഗ്രാമോ ഒക്കെയാണ് അതിന് വരിക. വളരെ ചിലവേറിയതാണ്. അതായത് ഒരു ചെറിയ 1 ഗ്രാം അല്ലെങ്കിൽ 2 ഗ്രാമിൻ്റെ ഒരു ചെറിയ പീസിന് ഏകദേശം, പീസല്ല, ആ ഒരു പാക്കറ്റിന് ഒരു 3000-നടുത്ത് 2000-3000 രൂപയൊക്കെ 1 ഗ്രാമിന് വരുന്നത്. അതെ. അപ്പം ഇതിൻ്റെ ഈ സാധനം ഇവർ ചെയ്യുന്ന പല രീതിയിൽ ആൾക്കാർ ഉപയോഗിക്കാറുണ്ട്.
ഒന്ന്, ഏറ്റവും കൂടുതലായിട്ട് സാധാരണയായിട്ട് ആൾക്കാർ ചെയ്യുന്നത് ഇത് കുറച്ച് ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ട് മൂക്കിനകത്തേക്ക് ഇട്ട് വലിക്കുക, സ്നോർട്ടിങ് എന്നാണ് അതിനെ പറയുക. ഓക്കെ. രണ്ടാമത്തെ മാർഗം, ഇപ്പം അതിനായിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഗ്ലാസ് ട്യൂബുകളുണ്ട്, അറ്റം വീർത്തിട്ടുള്ള ചില ട്യൂബുകളുണ്ട്. ഈ ട്യൂബിനകത്തേക്ക് ഈ സാധനം ഇടുകയും അവർ ആ ട്യൂബിൻ്റെ അറ്റം ഓപ്പണാണ്, അവരത് വായി വയ്ക്കും. എന്നിട്ട് ഈ സാധനം ചെറുതായിട്ട് ഒരു ലൈറ്റർ വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ചൂടാക്കിയിട്ട് അത് വലിച്ചെടുക്കുകയും ചെയ്യും. ഈ മൊബൈലിൻ്റെ മുകളിലൊക്കെ ഉള്ളത് പലപ്പോഴും അത് ഈ മൊബൈലിൻ്റെ മുകളിൽ മിക്കവാറും ഇവർ ഇതിനെ ക്രഷ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇടുക. അപ്പോൾ അത് ഒരു തരി പോലും മിസ്സാവരുത്. മിക്കവാറും മൊബൈലിൻ്റെ മോൾ ഭാഗം കുറച്ച് കറുത്തിരിക്കുമല്ലോ, അപ്പോൾ ഒരു തരി പോലും മിസ്സാവാതിരിക്കാൻ അവരത് ചെയ്യുന്നത്. മൂന്നാമതൊരു മാർഗ്ഗമുണ്ട്, ഏറ്റവും അപകടകരമായ മാർഗ്ഗം, ഇഞ്ചക്റ്റും ചെയ്യുന്നവരുണ്ട്. അത് വളരെ കുറവാണ്. ദൈവം സഹായിച്ച് നമ്മുടെ നാട്ടിൽ ആ ഇഞ്ചക്ഷൻ ചെയ്യുന്നവർ വളരെ കുറവാണ്. കൂടുതലും സ്നോർട്ട് ചെയ്യുകയോ സ്മോക്ക് ചെയ്യുകയോ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ. വലിച്ചു കയറ്റുക അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യുക. ഈ ഇഞ്ചക്ട് ചെയ്യുന്ന സമയത്ത് അത് ദ്രാവക രൂപത്തിൽ ലഭ്യമാണല്ലേ അല്ലേ? അവരത് മിക്സ് ചെയ്യും, പല സാധനങ്ങളിലും മിക്സ് ചെയ്യും. അവിടെയൊക്കെയാണ് അതിൻ്റെ അപകടം ഇരിക്കുക. അപ്പോൾ അവർ ചിലപ്പോൾ പൈപ്പ് വെള്ളത്തിലായിരിക്കും ഇത് മിക്സ് ചെയ്യുന്നത്. മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊറ്റ ഇഞ്ചക്ഷൻ കൊണ്ട് തന്നെ മരണം വരെ വേണമെങ്കിൽ സംഭവിക്കാം. അങ്ങനെ ഇൻഫെക്ഷൻ ബാധിച്ച് അണുബാധയൊക്കെ ഉണ്ടായിട്ട് മരണം സംഭവിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവാം. അത്രയൊക്കെ റിസ്കിയാണ് സംഭവം അല്ലേ? ഇതിൻ്റെ എഫക്റ്റ് എങ്ങനെയാണ് ഇവർക്ക് ലഭ്യമാകുന്നത് ശരിക്കും? ഇപ്പോൾ മദ്യം കഴിച്ചാൽ, അതെ അതെ, കഞ്ചാവ് വലിച്ചാൽ, ബീഡി വലിച്ചാൽ, സിഗരറ്റ് വലിച്ചാലൊക്കെ ഉള്ള എഫക്റ്റ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടും ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. ഇതിൻ്റെ ഒരു എഫക്റ്റ് എങ്ങനെയാണ്? MDMA പറ്റി പറയുമ്പോൾ നമ്മൾ സാധാരണ മയക്കുമരുന്നെന്നാണ് പറയാറല്ലേ? സാധാരണ നമ്മളെ മയക്കുന്ന ഒരു സാധനമായിട്ട്, ഒരു വിഭ്രാന്തി ജനിപ്പിക്കുന്ന സംഭവമായിട്ടാണ് നമ്മൾ ഇതിനെയൊക്കെ പറയാം. പക്ഷേ MDMA കാര്യത്തിൽ അതൊരു ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇത് MDMA അല്ലെങ്കിൽ കുറച്ചുകൂടെ കറക്റ്റായിട്ട് പറഞ്ഞാൽ മെത്താംഫെറ്റമിൻ ഒരു സ്റ്റിമുലൻറ്റ് വിഭാഗത്തിൽപ്പെട്ട മരുന്നാണ്. സ്റ്റിമുലൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിനെ ഉദ്ദീപിപ്പിക്കുക, അതായത് നമ്മളൊന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുക, ആക്ടിവേറ്റ് ചെയ്യുക, അതാണ് ചെയ്യുക. അതായത് അത് ഉപയോഗിക്കുമ്പോൾ ഇപ്പം ഒരു സ്മോക്ക് ചെയ്താൽ ഒരു മിനിറ്റുകൾക്കകത്ത് തന്നെ അതിൻ്റെ എഫക്റ്റ് സ്റ്റാർട്ട് ചെയ്യായി. പിന്നെ അവർക്ക് വളരെ ഉത്സാഹം ഉണ്ടാവും. വളരെ ഡൗൺ ആയിട്ടിരിക്കുന്ന ആളാണെങ്കിൽ പോലും നല്ല ഉഷാറാവും, എനർജറ്റിക് ആവും. ഇപ്പം ഒരു പാർട്ടിക്കാണെങ്കിലോ ഒരു മണിക്കൂറുകൾ കണക്ക് നിന്ന് ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും ഒക്കെയുള്ള എനർജി ഉണ്ടാവും. കുറച്ചുകൂടെ ആൾക്കാരോട് സംസാരിക്കാനും, ഇടിച്ച് കയറി സംസാരിക്കാനും, ഇപ്പോൾ ഒരു സ്റ്റേജിൽ കയറി പാട്ട് പാടാനും എല്ലാം ഉള്ള ഒരു കോൺഫിഡൻസും ആത്മവിശ്വാസവും ഒക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. ആർട്ടിഫിഷ്യലായിട്ട് ഒരു എനർജി വരികയാണ്. അതെ, തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ കൂടെ നമ്മുടെ ഒരു വോൾട്ടേജ് കൂട്ടുക എന്ന് വിചാരിക്കുന്നതായിരിക്കും കുറേ കൂടെ കറക്റ്റ്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ ഒരു രോഗി തന്നെ, പുള്ളിക്കാരൻ ഇപ്പം ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് സൗത്തിലേക്ക് ട്രിവാൻഡ്രം, എറണാകുളം സൈഡിലേക്ക് വണ്ടി ഓടിക്കുന്ന ആളാണ്. അപ്പോൾ പുള്ളിക്കാരൻ രാത്രി ഉറങ്ങാതിരിക്കാൻ വേണ്ടി, ലോങ് ടൈം ഡ്രൈവ് ചെയ്യണമല്ലോ, ഉറങ്ങാതിരിക്കാൻ വേണ്ടി MDMA അടിക്കും. അപ്പോൾ ഇവിടം തൊട്ട് അവിടെ ഒരു പുള്ളിക്കാരൻ ഫുള്ളായിട്ട് ഉണർന്നിരിക്കുകയും പൂർണ്ണ എനർജറ്റിക് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു മെയിൻ അവർക്ക് അനുഭവപ്പെടുന്ന എഫക്റ്റ്. പക്ഷേ ഇത് കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അടുത്ത ദിവസം അതിൻ്റെ ഒരു എഫക്റ്റ് ഏകദേശം 6-7 മണിക്കൂർ നിൽക്കുന്ന സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നേരെ ഡൗൺ ആവുകയും ചെയ്യും. ക്ഷീണം വരുന്നു, ഉറക്കം വരുന്നു, വയ്യ. ഇതിന് വേറൊരു എഫക്റ്റ്, ഇത് കഴിക്കുമ്പോൾ നമുക്ക് വിശപ്പ് വളരെ കുറവായിരിക്കും. അതേസമയം ഇത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, സ്ഥിരമായിട്ട് MDMA ഉപയോഗിക്കുന്ന ആൾക്കാർ അത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വിശപ്പ് കൂടുകയും ചെയ്യും. ഇത് ഇപ്പം എനർജി എന്ന് പറയുന്നത് പലപ്പോഴും ഞാൻ വായിക്കുകയും പല ഇടങ്ങളിൽ നിന്ന് കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് കഴിക്കുമ്പോഴുള്ള എനർജിയിലാണ് എല്ലാവരുടെയും ആവശ്യം. അപ്പോൾ ഡോക്ടർ പറഞ്ഞ നേരെ അതിന് ഒരു കയറ്റം പോലെ ഇറക്കവും, വളരെ ഭീകരമായ ഇറക്കവും ഉണ്ടാവണമല്ലോ അല്ലേ? അപ്പോൾ ഈ അടുത്ത കാലത്ത് MDMA ഉപയോഗിച്ച് ഈ നാട്ടിൽ നടന്നിട്ടുള്ള അക്രമങ്ങൾ ചെറുതല്ല, വലിയ രീതിയിലാണ്. മകൻ അമ്മയെ കൊല്ലുന്നു, അച്ഛനെ കൊല്ലുന്നു, അല്ലെങ്കിൽ സഹോദരിയെ കൊല്ലുന്നു. ഒരു നിയന്ത്രണവുമില്ലാതെ പല രീതിയിൽ ആക്രമിച്ച് പല ആളുകളിലേക്കും ഭീതി വിതയ്ക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഹൈ റിസ്ക്കുകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ റിസ്ക്കാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട്? ഇതിപ്പോൾ ഞാൻ പറഞ്ഞതൊരു ഫാക്ട് ഡോക്ടർക്കും അറിയാവുന്ന കാര്യമാണ്. MDMA റിസ്ക്കുകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഫിസിക്കൽ റിസ്ക്കും സൈക്കോളജിക്കൽ റിസ്ക്കും. അതായത് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ. ശാരീരികമായിട്ടുള്ളതിലേക്ക് നമുക്ക് ആദ്യം പോകാം. ഇപ്പം ഈ എനർജി കൂട്ടുമ്പം നമ്മുടെ ബ്രെയിനിലും നമ്മുടെ ശരീരത്തിലുമെല്ലാം ഡോപ്പമീൻ, നോറഡ്രിനാലിൻ തുടങ്ങിയ കുറച്ച് കെമിക്കൽസ് ഇത് കൂട്ടും. അപ്പോൾ നമ്മുടെ പൾസ് റേറ്റ് കൂടും, BP കൂടും, ഹാർട്ട് ഭയങ്കര ഫാസ്റ്റായിട്ട് ബീറ്റ് ചെയ്യും. അപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഹാർട്ടിന് പ്രോബ്ലം വരാനുള്ള ചാൻസ് ഉണ്ട്. ചില ആൾക്കാർക്ക് സ്ട്രോക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവെയുള്ള ശാരീരിക പ്രശ്നങ്ങൾ. വളരെയധികം ഇപ്പോൾ ഒരു ഹൈ ഡോസിലൊക്കെ പോയാൽ ഒരു കാർഡിയാക് അറസ്റ്റ്, അതായത് നമ്മുടെ ഹൃദയം നിലച്ചു പോകുന്ന അവസ്ഥ വരാനുള്ള റിസ്ക്കുകളുണ്ട്. ഈ തലച്ചോറിലേക്ക് എത്രത്തോളം? തലച്ചോറിലും സ്ട്രോക്ക് വരാം. നമുക്ക് അവിടെയുള്ള രക്തക്കുഴൽ BP ക്രമാതീതമായി കൂടുകയും തലച്ചോറിലേക്കുള്ള രക്തക്കുഴൽ പൊട്ടുകയും ആ രീതിയിലുള്ള ഡാമേജുകളൊക്കെ വരാം. ഇനി മാനസികമായിട്ടുള്ള കാര്യങ്ങളാണ് തലച്ചോറിൽ കൂടെ ഉണ്ടാകുന്ന രണ്ടാമത്തെ അവസ്ഥകൾ.
അപ്പം ഈ താൽക്കാലികമായിട്ട് ഇവർക്ക് ആ ഒരു, ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞത് കേൾക്കുമ്പോൾ വളരെ ഒരു നല്ല പ്രശാന്ത സുന്ദരമായ ഒരു എക്സ്പീരിയൻസ് പോലെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ അത് മാത്രം ആവണമെന്നില്ല. ഒരു ശതമാനം ആൾക്കാരിൽ ഇത് അടിക്കുമ്പോൾ ഇവർക്ക് പാരനോയ എന്നൊരു അവസ്ഥയിലേക്ക് അവർ പോകാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ഒരു പേഷ്യൻ്റ് ഇതുപോലെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. പുള്ളിക്കാരൻ ഈ MDMA അടിക്കുന്നു, കുഴപ്പമില്ല, നല്ല ഉഷാറായിട്ട് ജോലി ചെയ്യുന്നു, ഫ്രണ്ട്സിൻ്റെ കൂടെ പാർട്ടിക്കൊക്കെ പോകുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഫ്രണ്ടും മീൻസ് ഗേൾ ഫ്രണ്ടുണ്ട്. പുള്ളിക്കാരൻ കല്യാണം കഴിച്ചിട്ടില്ല, പക്ഷേ ഗേൾ ഫ്രണ്ടുണ്ട്. ഇവരൊരു സുഹൃത്ത് വലയം തന്നെ പുള്ളിക്കുണ്ട്. അപ്പം പുള്ളിക്കാരൻ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് മെത്താംഫെറ്റമീൻ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു കുറച്ച് യൂസ് കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ ഗേൾ ഫ്രണ്ട് കൂടെയുണ്ട്, മറ്റുള്ള ആൾക്കാരും കൂടെയുണ്ട്. അപ്പോൾ പുള്ളിക്കാരന് ഇത് അടിച്ചു കഴിയുമ്പോൾ പുള്ളിക്കാരന് തോന്നുകയാണ് മറ്റുള്ള ആൾക്കാരെല്ലാം എന്നെ വാച്ച് ചെയ്യുന്നു, എന്നെ ശ്രദ്ധിക്കുന്നു, അവരെല്ലാം എൻ്റെ ഗേൾ ഫ്രണ്ടിനെ തട്ടിയെടുക്കാനുള്ള ശ്രമമാണ്, ഈ ഗേൾ ഫ്രണ്ട് എന്നെ പറ്റിക്കാനുള്ള ശ്രമമാണ്, ഇവരെല്ലാവരും കൂടെ എന്നെ കൊല്ലും. എന്നിട്ട് ഇവർ കൂടി ഇരുന്നിടത്തു നിന്ന് പുള്ളിക്കാരൻ എഴുന്നേറ്റ് ഓടുന്നു, പുള്ളിക്കാരൻ മിസ്സിങ് ആവുന്നു. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ പോലീസ് എവിടുന്നോ പിടിച്ചുകൊണ്ട് വരുന്നു, ആകെ ഭയപ്പെട്ട അവസ്ഥയിൽ കാണുന്നു, വാർഡിൽ ചെന്നപ്പോൾ വയലൻ്റ് ആവുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു വിഭ്രാന്തിജനകമായ ഒരു അവസ്ഥയിലേക്ക്, പാരനോയ അല്ലെങ്കിൽ പെർസിക്യൂട്ടറി ഡെലൂഷൻസ് ഈ രീതിയിലൊക്കെ പറയാവുന്ന ഒരു അവസ്ഥയിലേക്ക് ചില ആൾക്കാരെങ്കിലും ചെല്ലാറുണ്ട്. ഒരു കാര്യം പറയാം, ഒരു വലിയ ശതമാനം ആൾക്കാർക്കും ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. ഒരു ചെറിയ ശതമാനം ആൾക്കാർക്ക് ഇത് ഉണ്ടാവുന്നുള്ളൂ. പക്ഷേ ആർക്ക് ഇത് ഉണ്ടാവും, ആർക്കിത് ഉണ്ടാവില്ല, അത് നമുക്കിത് പറയാനേ പറ്റില്ല. ഈ കഴിക്കുന്ന സമയത്ത് അവർക്ക് കുറഞ്ഞ സമയങ്ങളിലേക്ക് കിട്ടുന്ന ഒരു ഉത്തേജകം മാത്രമാണിത് അല്ലേ? തീർച്ചയായിട്ടും. അതിന് ശേഷം ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സ് ആണ് ഏറ്റവും വലിയ ഭീകരാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെയല്ലേ? ഈ ഹൈ റിസ്കിലേക്ക് വരുമ്പം നമുക്ക് മാനസികമായിട്ട് ഇനി ഉണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങൾ, ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരിൽ ഡിപ്രഷൻ ഉണ്ടാവാറുണ്ട്, ആങ്സൈറ്റി ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർ, ഈ മാനസിക രോഗങ്ങളുള്ള ആൾക്കാർ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതുവരെ കൺട്രോളിൽ നിന്നിരുന്നത് കൺട്രോൾ ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയും ഭയങ്കര വയലൻസ് ഉണ്ടാവുകയും മറ്റുള്ള ആൾക്കാരെ ആക്രമിക്കുന്ന ലെവലിലേക്ക് പോവുക, ഇങ്ങനത്തെ പ്രശ്നങ്ങളിലേക്ക് പോകാറുണ്ട്. പിന്നെ ഇതൊന്നും അല്ലാതെ അഡിക്ഷൻ, അതായത് ഇതിനോടുള്ള ഒരു ആസക്തി, അടിമത്തം എന്നുള്ള ലെവലിലേക്കും ഒരു ചെറിയ ശതമാനം ആൾക്കാർ പോകാറുണ്ട്. ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ടാണ് MDMAയുടെ ഉപയോഗം കൂടുതലായിട്ട് കേൾക്കുകയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ ഒരു മരണത്തിലേക്ക് എത്താനുള്ള സാധ്യതയുടെ തോത്, അത് എന്തെങ്കിലും ശാസ്ത്രീയമായ പഠനങ്ങൾ? തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇതിൻ്റെ യൂസ് തുടക്കത്തിൽ ഒരൊറ്റവട്ടം ഒരു കുറച്ച് MDMA നമ്മൾ സ്നോർട്ട് ചെയ്തു, മരണം സംഭവിക്കാനുള്ള ചാൻസ് കുറവാണ്. പക്ഷേ സാധാരണ സംഭവിക്കുന്നത്, ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഒരു ഗ്രാം ഒരു ചെറിയ കവറിനാണ് വാങ്ങിക്കുന്നത്. തുടക്കക്കാർക്ക് ചിലപ്പോൾ അത് ആഴ്ചകളോളം ഉപയോഗിക്കാനുണ്ടാവും. പക്ഷേ അത് യൂസ് കൂടുമ്പം അവർക്കത് മതിയാവാതെ വരും, അവരതിൻ്റെ ഡോസ് കൂട്ടി ഉപയോഗിക്കാൻ തുടങ്ങും. അങ്ങനെ വന്നാൽ ഇതൊരു ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ഈ അവസ്ഥയിലേക്ക്, BP ഭയങ്കര കൺട്രോൾ ഇല്ലാതെ പോവുക, ഈ അവസ്ഥയിലേക്ക് പോവുകയും മരണം സംഭവിക്കാനുള്ള ശരിക്കുമുള്ളൊരു സാധ്യത അവിടെ ഉണ്ട്. അതിൻ്റെ യൂസേജ് എന്തായാലും അതായത് ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവസാനിപ്പിക്കുക എന്നുള്ളത് മിക്കവാറും ഉണ്ടാകുന്നത് വളരെ കുറവായിരിക്കും, സ്വയം ട്രീറ്റ്മെൻറ്റിലൂടെയൊക്കെ ആയിരിക്കാം. അപ്പോൾ ആ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരത് സ്ഥിരം യൂസ് ചെയ്യുന്നതിലൂടെ അവർ ദിവസം പ്രതി ഇങ്ങനെ മരണത്തിനോട് അടുക്കുകയാണ് എന്ന് പറയാൻ പറ്റും. അവർ യൂസ് ചെയ്യുന്തോറും മരണത്തിനോട് അടുക്കുകയാണെന്നുള്ളത് സത്യമാണ്. മരണത്തിൻ്റെ റിസ്ക്, ഒരു ഡെത്തിൻ്റെ റിസ്ക് അവിടെ എപ്പോഴും ഉണ്ട്, ഏത് സമയത്തും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ബോധവൽക്കരണങ്ങൾ നടത്താറുണ്ട്, പല ഇപ്പം പോലീസുകാരായാലും എക്സൈസ് വകുപ്പായാലും ബോധവൽക്കരണമൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ, അല്ലെങ്കിൽ ഇത് ഇയാൾ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്രത്തോളം സർവൈവിനുള്ള ഒരു സാധ്യത, അതേത് രീതിയിൽ? ഒന്നാമത്തെ കാര്യം, ഇതൊരു അപകടാവസ്ഥയിലാണ്. ഇപ്പോൾ BP കൂടിയ അവസ്ഥയിൽ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനം താറുമാറായ അവസ്ഥയിലാണ് വരുന്നതെങ്കിൽ നമുക്ക് അർജൻറ്റായിട്ട് വേണ്ടത് ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ്, ഒരു ICU ബേസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെയാണ് വേണ്ടത്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇത് സാധ്യതയുണ്ട്, പക്ഷേ ഇത് അപൂർവമാണ് ഉണ്ടാവുന്നത്. അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിന് നമുക്കൊരു സൈക്യാട്രിക് ഡി അഡിക്ഷൻ ചികിത്സയുടെ ആവശ്യമാണ് ഇതിനുള്ളത്. അപ്പോൾ പലപ്പോഴും ഇത് കണ്ടിന്യൂ ആയിട്ട് തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ വിത്ഡ്രോവൽ ലക്ഷണങ്ങൾ എന്ന് പറയും, അല്ലെങ്കിൽ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ എന്ന് പറയും. സ്ഥിരമായിട്ട് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രെയിന് ഇതില്ലാതെ പറ്റില്ല എന്നുള്ള അവസ്ഥ വരും. അതായത് ഒരു ദിവസം ഇത് അങ്ങോട്ട് ചെന്നില്ലെങ്കിലത്തേക്ക് നമുക്ക് ഉറക്കം കണ്ടമാനം ഉറങ്ങിപ്പോകുന്നു, ക്ഷീണം, വയ്യ, ചില ആൾക്കാർക്ക് ഒരു കൊടും വിഷാദ അവസ്ഥയിലേക്ക് പോകുന്നു, ആത്മഹത്യാ പ്രവണത വരുന്നു. ഈ രീതിയിലോട്ടൊക്കെ അവർ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നമുക്കൊരു സത്യം പറഞ്ഞ സൈക്യാട്രിക് സപ്പോർട്ട് പ്രോപ്പറായിട്ട് കൊടുക്കാൻ പറ്റുകയും ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും എടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു നല്ല ശതമാനം ആൾക്കാരെയും നമുക്ക് ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ് സത്യം. ഏറ്റവും കഷ്ടകരമായ കാര്യം എന്ന് വെച്ചാൽ പല ആൾക്കാർക്ക് ഇതിനുള്ളൊരു അവസരം കിട്ടാറില്ല. അവർക്കിതൊരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കുകയോ, ഇപ്പോൾ സാധാരണക്കാരുടെ ഇടയിൽ ഇതിന്
രണ്ട് എക്സ്ട്രീംസാണ് ഈ MDMA പറ്റിയുള്ള ഒരു നമ്മുടെ സമൂഹത്തിലുള്ള കാഴ്ചപ്പാടുകൾ. ഒരു കാഴ്ചപ്പാട്, ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർ പറയും ഇതൊരു കുഴപ്പമില്ല, മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ കിറങ്ങിയിരിക്കും, ഇതൊരു കുഴപ്പമില്ല, ഞാൻ ഫുള്ള് ആക്റ്റീവാണ്, എനിക്ക് പരീക്ഷ എഴുതാൻ പോലും ഇത് സഹായകമായിട്ടുണ്ട് എന്നാണ് ഒരു കുഴപ്പമില്ല എന്നാണ് ഒരു വിഭാഗം. മറ്റേ വിഭാഗം പറയുന്നത് ഇത് ഭയങ്കര അപകടകരമാണ്, ഇത് 5 വട്ടം ഉപയോഗിച്ചാൽ പിന്നെ നിങ്ങൾ ജീവിച്ചിരിക്കത്തില്ല, ഇങ്ങനെ പറഞ്ഞ ഒരു സ്കെയർ ടാക്ടിക്സ്, അതായത് പേടിപ്പിച്ച ആൾക്കാരെ ഇത് ചെയ്യുന്ന ആൾക്കാർ. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ സത്യം ഇതിന് രണ്ടിനും ഇടയ്ക്കാണ്. നമ്മൾ സത്യസന്ധമായിട്ട് അതിനെ അപ്രോച്ച് ചെയ്യുക. ഇവരോട് ഇപ്പം നമ്മൾ ഇവരെ ഒരു വെറുതെ ഇങ്ങനെ അത് ഉപയോഗിക്കരുത്, ഇത് ദൈവത്തിന് വിരുദ്ധമാണ് അങ്ങനെയൊന്നും പറഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് പിന്മാറില്ല. പക്ഷെ നമ്മുടെ ഈ യങ് ആയിട്ടുള്ള പല പേഷ്യൻസും അവർക്ക് MDMA പറ്റിയുള്ള ശാസ്ത്രീയപരമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവരുടെ മറ്റ് ബുദ്ധിമുട്ടുകൾ, ഇതുപോലെ അവർക്ക് ഉറക്കം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഉറക്കം ഓവറാണ്, വിഷാദമുണ്ട്, ആ ഭാഗം ഒന്ന് ശരിയാക്കി കൊടുക്കുകയും ചെയ്താൽ പല ആൾക്കാരും സ്വയമേ തന്നെ ഇതിൽ നിന്ന് അവർ പിൻവാങ്ങുന്നുണ്ട്. പക്ഷെ ആ ഒരു കൗൺസിലിങ്ങും മെഡിസിൻ ചികിത്സയും ആ സമയത്ത് തന്നെ അവർക്ക് കിട്ടണം. കുറച്ച് ലേറ്റായി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒന്നിനും വഴങ്ങുന്ന ഒരു അവസ്ഥയിലായിരിക്കില്ല അവർ, അങ്ങനെയുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. ഏത് സമയത്തും നമുക്ക് ചികിത്സ സാധ്യമാണ് എന്ന് മാത്രം പറയാം. ഇപ്പം ഇത് അഡിക്ഷൻ ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ആരെയും തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ പലപ്പോഴും ചർച്ച ചെയ്യുന്നത് പൊതുസമൂഹം അമ്മയോ അച്ഛനെയോ സിസ്റ്ററെയോ ഒന്നും തിരിച്ചറിയുന്ന, അല്ലെങ്കിൽ ഇവർ വേണ്ടപ്പെട്ടവരാണ്, എൻ്റെ ആളുകളാണ്, അമ്മയാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഇത് ഞാൻ മുമ്പേ ഞാൻ മുൻപേ പറഞ്ഞില്ലേ, ഒരു ചെറിയ വിഭാഗം ആൾക്കാരിൽ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ മറ്റേ സൈക്കോസിസ് എന്നുള്ള അവസ്ഥ, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നുക, ആരോ നമ്മളെ കൊല്ലാൻ വരുന്നു, വേട്ടയാടുന്നു, ഇങ്ങനത്തെയുള്ള ഒരു വിഭ്രാന്തി കണക്കെയുള്ള മാനസികാവസ്ഥയിലേക്ക് എത്തുന്നവരുണ്ട്. ആ ഒരു സിറ്റുവേഷനിലാണ് പല ആൾക്കാരും അക്രമാസക്തരാകുന്നതും നമ്മൾ ഈ ന്യൂസിലൊക്കെ കേൾക്കുന്ന പോലത്തെ സംഭവങ്ങളിലേക്ക് നയിക്കപ്പെടുന്നതും. ഇപ്പോൾ ഈ ചികിത്സയ്ക്കായിട്ട് ഇനി എത്തിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റുന്ന ചികിത്സകൾ അതായത് ക്യാപ്സൂൾ മെഡിസിൻ രൂപത്തിലാണോ, അല്ലെങ്കിൽ കൗൺസിലിംഗ് മാത്രമാണോ, ഇവരതുവരെ കഴിച്ചിരുന്ന ഒരു അവർ അഡിക്റ്റായിട്ടുള്ള ഒരു സംഭവത്തിൽ നിന്നും മുക്തരാവാൻ വേണ്ടിയിട്ടാണ്, അപ്പോൾ അതിന് അഗെയിൻസ്റ്റ് മറ്റെന്തെങ്കിലും കൊടുക്കണം, അങ്ങനെയാണോ? നമ്മൾ പ്രധാനമായിട്ട് രണ്ടും, മരുന്നുകളും ഉണ്ട്, കൗൺസിലിംഗും ഉണ്ട് ചികിത്സയിൽ. മരുന്നുകൾ കൊണ്ട് നമ്മൾ ചെയ്യുന്നത് ഇത് പിൻവാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ, വിഷാദം ചികിത്സിക്കാം, ഉറക്കമില്ലായ്മ ചികിത്സിക്കാം. ഇതിനോടുള്ള ചില മരുന്നുകൾ കഴിക്കുമ്പോൾ ഇതിനോടൊരു ഇത്തിരി താല്പര്യം കുറയുന്നത് പോലെ കാണാറുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഇപ്പം മുൻപേ പറഞ്ഞ പോലെ അക്രമാസക്തരായ ആൾക്കാർ, വിഭ്രാന്തി കണക്കെ ഉള്ള അവസ്ഥയിലേക്ക് പോയ ആൾക്കാർ, അവർക്ക് ആൻറ്റിസൈക്കോട്ടിക് മരുന്നുകൾ കൊണ്ട് ചികിത്സകൾ വളരെ നല്ല റിസൾട്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അതിലും പ്രധാനപ്പെട്ടത് പക്ഷേ അവർക്ക് ഈ കൗൺസിലിംഗ് പരമായിട്ടുള്ള ചികിത്സയാണ്. എങ്ങനെ ഇപ്പം നിങ്ങൾ ഇവിടുന്ന് ആസ്പത്രിയിൽ നിന്ന് പോകുന്നു, അപ്പോൾ നിങ്ങളെ എങ്ങനെ ഉപയോഗിക്കാതിരിക്കാം, വേറൊരാൾ നിങ്ങളെ നിർബന്ധിക്കുകയാണെങ്കിൽ അവരെ നമ്മൾ ഒഫൻഡ് ചെയ്യാതെ എങ്ങനെ നമുക്ക് നോ പറയാം, അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, അവർക്ക് മറ്റ് ഫാമിലിയിൽ മറ്റ് ടെൻഷനുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യുക, ഇതൊക്കെ നമുക്ക് സാധ്യമാണ്. ഇതിന് ഏറ്റവും പ്രധാനമായും കണ്ടിട്ടുള്ള മറ്റൊരു വിഷയം, മദ്യപിച്ചിട്ടാണെങ്കിൽ അതിന് സ്മെല്ല് കിട്ടുമെന്ന് പറയും, പുക വലിച്ചിട്ടാണെങ്കിൽ അതിൻ്റെ ഒരു സ്മെല്ല് വരുമെന്ന് പറയും. ഇപ്പോൾ എനിവേ കഞ്ചാവ് പോലെയുള്ള ലഹരി വസ്തുക്കളാണെങ്കിൽ ഒരു സ്മെല്ല് വരും. പക്ഷേ MDMAക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ പല കുടുംബങ്ങളിലും കുട്ടികൾ എത്തുമ്പോൾ മാതാപിതാക്കൾ അത്രത്തോളം ശ്രദ്ധിക്കാറുണ്ടാവില്ല. അവർ റൂമിൽ കയറുന്നു, മൊബൈലിലിരിക്കുന്നു, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഇത് തിരിച്ചറിയാൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു ലക്ഷണങ്ങളുണ്ട്, ആൾ ഇത്തരത്തിലൊരു ഉപയോഗമുണ്ട് എന്ന് അറിയാൻ എങ്ങനെ സാധിക്കും? വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം ഇതിൽ നമുക്ക് ചില ക്ലൂസ് ഉണ്ട്. ഒന്ന്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ പല പേരൻസും പറയുന്നതാണ്, ഈ കവറുകൾ, ഈ ചെറിയ ചെറിയ കവറുകൾ, അത് വേറെ ഒന്നും അതിനകത്ത് കൊള്ളില്ല. ഇത് കൊണ്ടുവരുന്ന ചെറിയ സിപ്പ് ലോക്ക്, ഈ അടയ്ക്കാൻ പറ്റുന്ന കവറുകൾ കിട്ടുന്നു. പിന്നെ മൊബൈലിൻ്റെ മുകളിൽ വെളുത്ത പൊടികൾ കാണപ്പെടുന്നു. ATM കാർഡൊന്നും ഇല്ലാത്ത ആൾക്കാർ ചുമ്മാ ഒരു കാർഡ് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കുന്നു. അല്ലെങ്കിൽ പിന്നെ അവരുടെ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ചില ദിവസങ്ങളിൽ ഭയങ്കര ഊർജ്ജസ്വലനും ഭയങ്കര ആക്റ്റീവും എനർജറ്റിക്കുമായിട്ടും ഹാപ്പി ആയിട്ടും പെരുമാറുന്നു, അടുത്ത ദിവസം തന്നെ ഭയങ്കരമായി ഡൗൺ ആവുന്നു, മുഴുവൻ സമയം ഉറങ്ങുന്നു, ആ ലെവലിലേക്ക് പോകുന്നു. ഇങ്ങനത്തെ ഉള്ള മൂഡ് സ്വിങ്സ്, ഇതൊക്കെ നമുക്കൊരു ഐഡിയ തരും. ഇത് ഒരു ദിവസം ഇച്ചിരി ഹാപ്പി ആവുകയും അടുത്ത ദിവസം ഇച്ചിരി മൂഡ് ഓഫ് ആവുകയും ചെയ്താൽ ഉടനെ MDMA നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷേ എന്നാലും നമ്മളൊന്ന് കരുതിയിരിക്കാം. അത് സ്ഥിരമായ ഒരു ലക്ഷണമായി കണ്ടാൽ തീർച്ചയായും ശ്രദ്ധിക്കണം, ഒന്ന് ശ്രദ്ധിക്കാം. നമുക്കത് മാത്രമാണെന്ന് പറയാം. അത് മാത്രമാണ് അല്ല, ഞാൻ ചോദിക്കുന്നത് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ആരുടെയും യൂസ് ചെയ്യുന്നുണ്ടെന്ന് തിരിയാൻ ഇപ്പോൾ ഉള്ള പാവപ്പെട്ട കുറേ രക്ഷിതാക്കളുണ്ട്, അവർക്കൊക്കെ ഉള്ളൊരു മാർഗം മറ്റൊന്നും ഇല്ല എന്നുള്ളതാണ്. ഒന്നുമില്ല. ശരിക്കും നമുക്കിപ്പോൾ ഹോസ്പിറ്റലിൽ വന്നാൽ നമുക്ക് വേണമെങ്കിൽ യൂറിൻ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ സാന്നിധ്യം കണ്ടുപിടിക്കാം. അല്ലാതെ ഒരു രക്ഷിതാവിൻ്റെ സൈഡിൽ നിന്ന് അതിൻ്റെ ഇത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട്. ഒരു പക്ഷേ എൻ്റെ സംശയം ഇത് തന്നെ ആവില്ലേ ഇത് ഇത്രത്തോളം പെരുകാനുള്ള കാരണം? കണ്ടുപിടിക്കാനോ അത് കണ്ടെത്താനോ കഴിയാത്തൊരവസ്ഥയായിരിക്കും. തീർച്ചയായിട്ടും
ഇപ്പം അതിന് വേറൊരു മാനം കൂടെ ഉണ്ട്. ഇപ്പോൾ നമുക്കൊരു കഞ്ചാവ് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അവർക്ക് അത് വിൽക്കുന്ന ഒരാൾക്ക് ലാഭം വേണമെങ്കിൽ നല്ലൊരു ക്വാണ്ടിറ്റി കൊണ്ടുപോകണം. ഇത് ഒന്നും വേണ്ട, ഒരു 100 ഗ്രാം കൊണ്ടുപോകാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് കാശ് അവർക്ക് കിട്ടുകയായി. അപ്പോൾ ഇത് പറന്നു പിടിക്കാനുള്ളൊരു കാര്യത്തിനകത്ത് അതുകൊണ്ട്. ഇതെങ്ങനെ ഈ വിപത്തിൽ നിന്നും സമൂഹത്തിന് രക്ഷപ്പെടാൻ സാധിക്കുമെന്നാണ് ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്കിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം പറയാം. ഇപ്പം നമ്മുടെ കേരളത്തിൽ ഡ്രഗ്സിന് എം ഡി എം എനെ പറ്റി മാത്രമല്ല, പൊതുവേ ഡ്രഗ്സിനെ പറ്റിയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അതൊരു ലോ ആൻഡ് ഓർഡർ പ്രോബ്ലമാണ്. പോലീസും എക്സൈസും ചേർന്ന് സോൾവ് ചെയ്യേണ്ട ഒരു പ്രോബ്ലമാണെന്നാണ് നമ്മുടെ ആൾക്കാരുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. പക്ഷെ എനിക്ക് പറയാനുള്ളത് അങ്ങനല്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടെ പലപ്പോഴും ഈ ലോ ആൻഡ് ഓർഡർ പോലീസും എക്സൈസും ഫോക്കസ് ചെയ്യുന്നത് ഏറ്റവും താഴെയുള്ള ആൾക്കാരാണ്. അതായത് ഇത് യൂസ് ചെയ്യുന്ന 1 ഗ്രാം വാങ്ങിച്ച് യൂസ് ചെയ്യുന്ന ആൾക്കാരെ മാത്രമാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അതിന് മുകളിലുള്ള ഈ വൻകിട ആൾക്കാരെ ഒന്നും അവർ ഫോക്കസ് ചെയ്യുന്നേയില്ല. അപ്പം എൻ്റെ ഒരു അഭിപ്രായം, നമുക്ക് ഈ താഴെ സാധാരണ യൂസേഴ്സിന് കുറച്ചുകൂടെ മെഡിക്കലായിട്ടുള്ള സൈക്കോളജിക്കലായിട്ടുള്ള കൗൺസിലിങ്ങും ഹെൽപ്പുകളും നമുക്ക് കൊടുക്കുക, അവരെ ഇതിൽ നിന്ന് മോചിപ്പിക്കുക, അതായത് അവരിൽ നിന്നുള്ള ഡിമാൻഡ് കുറയ്ക്കുക. അതേസമയം പോലീസിനും ബാക്കി എക്സൈസിനും ഒക്കെ ചെയ്യാൻ പറ്റുന്നത് ഇത് മുകളിലുള്ള സപ്ലൈ കുറയ്ക്കുകയാണ് അവർ ശരിക്കും ഫോക്കസ് ചെയ്യേണ്ട കാര്യം. ഈ ഡിമാൻഡ് ശരിക്കും നമ്മൾ കുറയ്ക്കുകയും അതിനൊരു മെഡിക്കൽ മാനം കൂടെ ഉണ്ടെന്ന് മാത്രം. നമുക്കൊരു ചികിത്സ ഉറപ്പാക്കുക എന്നുള്ളത് അതിപ്രധാനമാണ്. ഈ ശരിക്ക് ഇവരെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത് യൂസ് ചെയ്യുന്ന ആളുകളെ ഇത് പിടിക്കപ്പെടുമ്പോൾ മാത്രമാണ് ഇത് ഇത്ര കൊണ്ട് 1 ഗ്രാം 1.5 കിലോഗ്രാം എന്നൊക്കെ പറയുന്നത്. പക്ഷേ MDMA ഒക്കെ വളരെ കുറഞ്ഞ തോതിലാണ് പിടിക്കുന്നത്. കാരണം അതിൻ്റെ ക്വാണ്ടിറ്റി അത്രേ വേണ്ടൂ എന്നുള്ളത് കൊണ്ടാവാം. അപ്പോൾ ആ ഒരു സംവിധാനത്തിലേക്ക് വരേണ്ടതല്ലേ ശരിക്കും? എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ള ഒരു കാര്യത്തിലേക്ക് ഇത് കണ്ടുപിടിക്കൽ ഏകദേശം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഇല്ലാത്തതും ഇത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ എളുപ്പമായതുകൊണ്ടും വളരെ ബുദ്ധിമുട്ടാണ്. നമുക്കിത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഈ ഒരു ആൾക്കാർക്ക്, സാധാരണക്കാർക്ക്, അവർക്ക് മിക്ക ആൾക്കാർക്ക് MDMA യൂസ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് അതിൻ്റെ ഭവിഷ്യത്തുകൾ ഏകദേശം അവർക്ക് ബുദ്ധിമുട്ടുകൾ മനസ്സിലാവും. പക്ഷേ അവർക്ക് ഇതിനൊരു ഹെൽപ്പ് നേടാനുള്ള ഒരു അവസരം കിട്ടുന്നില്ല. അത് അവർക്ക് പേടി. ഇപ്പോൾ പല പയ്യന്മാരൊക്കെ നമ്മുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നത്, ഡോക്ടറെ ഞാനിത് പറഞ്ഞാൽ എന്നെ പോലീസ് പിടിപ്പിക്കുമോ എന്നാണ്. അപ്പോൾ അത്ര വലിയൊരു ഭീതി ആൾക്കാരുടെ മനസ്സിലുണ്ട്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ കണ്ടുപിടിക്കുന്നതിനേക്കാളും അവർക്ക് സ്വയമേ കടന്നു വരാൻ, ആ ഒരു സിസ്റ്റത്തിലേക്ക് കടന്നു വരാൻ ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എഫക്റ്റീവ് എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഭവിഷ്യത്ത്, അതിൻ്റെ ഉപയോഗം, അതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യഫലങ്ങളൊക്കെ പറഞ്ഞു. സമൂഹത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഭീകരമായ രീതിയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം പടർന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇപ്പോൾ പ്രേക്ഷകരോട് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? ഈ ഒരു ഭാഗത്ത് ഒരുപാട് പേഷ്യൻസ് വരുന്നുണ്ടാകും, ഇപ്പം അതിൽ നിന്നും പല ആളുകളും സർവൈവ് ചെയ്തിട്ടുണ്ടാവും. എന്താണ് പ്രേക്ഷകരോട്? എനിക്ക് പ്രേക്ഷകരോട് പ്രധാനമായിട്ട് പറയാനുള്ളത്, ഡ്രഗ്സ്, ആൽക്കഹോൾ ഉൾപ്പെടുന്ന ഈ ഡ്രഗ്സ്, ലഹരി വസ്തുക്കളെ ഒരു പരിധിവരെ അതിൻ്റെ ഉപയോഗം ഒരു രോഗാവസ്ഥയാണെന്ന് തന്നെ മനസ്സിലാക്കുക. അതായത് ഒരു അഡ്വാൻസ് ആയിട്ടുള്ളൊരു യൂസ് ഒരു രോഗാവസ്ഥയാണ്. അതിന് നമുക്ക് ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന് കുറച്ചെങ്കിലുമൊക്കെ നിങ്ങളെ സഹായിക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്കറിയാവുന്നവരോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെയോ ഇങ്ങനത്തെ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ, നമുക്കൊരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ നമുക്ക് ആശുപത്രികളെ സമീപിക്കുക. സൈക്യാട്രി വിഭാഗമുള്ള ആശുപത്രികൾ പ്രത്യേകിച്ചും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റും. യെസ്, അപ്പോൾ വളരെ കൃത്യമായ ഒരു വിവരവും കൂടിയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യം ക്ലിയറാണ്. അപ്പോൾ മാധ്യമരംഗത്ത് കൂടി വർക്ക് ചെയ്യുന്ന ആൾ എന്നുള്ള നിലയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന റിപ്പോർട്ടുകൾ വരുമ്പോൾ പോലീസും എക്സൈസും ചേർന്നിട്ടാണ് ഇപ്പോൾ അവരെ പിടികൂടുന്നത്, അതിൻ്റെ ബാക്കി പ്രൊസീജിയേഴ്സിലേക്ക് പോകുന്നത്. പക്ഷേ ഈ ഒരു സമൂഹത്തെ എങ്ങനെ ട്രീറ്റ് ചെയ്ത് കൗൺസിൽ ചെയ്ത് മാറ്റിക്കൊണ്ടുവരാമെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു സമയം വളരെയധികം കടന്നുപോയിരിക്കുകയാണ്. അപ്പോൾ ഋത്വിക് ഡോക്ടർ പറഞ്ഞതുപോലെ ഒരുപാട് ചാൻസസ് ഉണ്ട്. അവരെ നമ്മൾ ഒരു മെഡിക്കൽ കൗൺസിൽ രംഗത്തേക്ക് കൂടി കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയാൽ ഒരു പക്ഷേ നമുക്ക് ഇതിൽ ഉൾപ്പെട്ടു പോയിട്ടുള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ സാധിക്കും. ഇനി ഉൾപ്പെടാൻ പോകുന്ന ആളുകളെ കൃത്യമായ ബോധവൽക്കരണത്തിലൂടെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക എല്ലാവരും. ഈ ഒരു എപ്പിസോഡ് വളരെ ഉപകാരപ്രദമാകും ഇത്തരം ഒരു മേഖലയിൽ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക. ഇന്ന് നമ്മളോടൊപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പങ്കെടുത്ത് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സൈക്യാട്രി, ഡോക്ടർ ഋത്വിക്. ഒരുപാട് സന്തോഷം. നമസ്കാരം. മറ്റൊരു ഡോക്ടറും വിഷയവുമായി നമുക്ക് പിന്നീട് വീണ്ടും കാണാം.